ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സൺ കൊന്യൂർ ബേബീസിൻ്റെ പ്രായവും അവരുടെ വളർച്ചയിൽ വരുന്ന മാറ്റവുമാണ്. 15 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണ് തുറക്കാത്ത ബേബീസാണ് ആദ്യം തന്നെ കണ്ടത്. അടുത്തത് നമ്മൾ 25 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. കണ്ണൊക്കെ ഓപ്പണായി തലയൊക്കെ കുറച്ചൊക്കെ പൊക്കി പിടിക്കാനുള്ള പ്രായമൊക്കെ ആകുന്ന ഈ ഒരു സമയമാണ് 25 ഡേയ്സ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് 30 to 35 ഡേയ്സിലാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ചൊരു ഫെദർ ഒക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ്. കുഞ്ഞുങ്ങൾക്ക് റിങ്ങൊക്കെ കാലിൽ നിന്നും ഊരി പോരാത്ത ഒരു സമയമാവും ഇപ്പോഴാകുമ്പോഴേക്കും. കഴിഞ്ഞ് നമ്മൾ 40 ദിവസമാകുന്ന സമയത്ത് കുറച്ചൊരു ഫെദർ കളറൊക്കെ വന്ന് തുടങ്ങി ഉള്ള പ്രായമാണ്. 50 ആകുമ്പോഴേക്കും ഏകദേശം നമുക്ക് കുഞ്ഞുങ്ങൾ യെല്ലോ ഡൊമിനൻ്റ് ആണോ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡ് ഫാക്ടർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. 55 ഡേയ്സ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ഒക്കെ വലിപ്പം വെച്ചിട്ട് നമുക്ക് ഹൈപ്പർ റെഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുത്തിൽ നെക്കിലൊക്കെ കുറച്ചും കൂടെ ഫെദർ വന്നിട്ട് നമുക്ക് ബേഡ്സിനെ കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു പ്രായത്തിലേക്കാണ് 55 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ബേഡ്സ് ആയി കിട്ടുന്നത്. ഈ സമയത്തെല്ലാം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാക്സിമം ഹാൻഡ് ഫീഡിൻ്റെ അളവ് കൂടുതൽ കൊടുക്കുന്ന ഈ ഒരു സമയമാണ് ശരിക്കും 55 ഡേയ്സ് എന്നൊക്കെ ഉള്ളത്. ആ ഒരു സമയത്താണ് നമ്മൾ മാക്സിമം ഹാൻഡ് ഫീഡിൻ്റെ ക്വാണ്ടിറ്റി ബേബീസിന് ഫീഡ് ചെയ്യുന്ന ഒരു സമയം. അപ്പോൾ എന്താണെങ്കിലും ഇത് 55 ഡേയ്സ് കഴിഞ്ഞ് പിന്നെ നമുക്ക് 60 ഡേയ്സിലേക്കൊക്കെ ആകുമ്പോഴേക്കും ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്കിതാ ഈ ഒരു രീതിയിലുള്ള അതിൻ്റെ വാലൊക്കെ ഏകദേശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ നീളത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് 60 ഡേയ്സ് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു 65-70 ഡേയ്സ് ആകുന്ന സമയത്തേക്കും നമുക്ക് ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെയൊക്കെ അവർ ഫ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ കാണിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഹാൻഡ് ഫീഡിങ് ഒക്കെ അളവ് കുറച്ച് കൊണ്ടുവരാൻ ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങണം. ഇതൊരു 80 ഡേയ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് നമ്മൾ ഹാൻഡ് ഫീഡിൻ്റെ പുറമെ നമ്മൾ മറ്റെന്തെങ്കിലും സോഫ്റ്റ് ഫുഡുകളും കൂടെ കൊടുക്കേണ്ട ഒരു പ്രായമാണ് 80 ഡേയ്സ് എന്നുള്ളത്. ഹാൻഡ് ഫീഡിൻ്റെ അളവ് പതുക്കെ കുറച്ച് കൊണ്ടുവരേണ്ട ഒരു സമയം കൂടെയാണ്. അവർ ഫ്ലൈയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് കുറക്കാനുള്ള ഒരു പ്രവണതയും അവരിൽ കണ്ടുവരും. അപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡിൻ്റെ അളവ് കുറക്കുക, പകരം നമ്മൾ സോഫ്റ്റ് ഫുഡുകൾ കൊടുക്കുക. ഇത് നമുക്ക് 90 ഡേയ്സിലാണ് സൺകുഞ്ഞൂറിൻ്റെ കുട്ടികൾ പൂർണ്ണമായിട്ടും നമ്മൾ സെൽഫ് ഈറ്റിങ്ങിലേക്ക് അവർ മാറും. എന്നിരുന്നാൽ കൂടി നമ്മൾ ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൊടുക്കും.